ഹലോ അഗൈൻ മീ വിത്ത് മൈ ഡൈവർ. നമ്മൾ അടുത്ത വ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ്. കാലൊക്കെ വയ്യാതിരിക്കുകയാണെങ്കിലും ഇപ്പം നമ്മൾ ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ടിന് പോവാണ്. കുറേ നാളിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തു തരാനായിട്ട് പ്ലാൻ ഇടുന്നത്. ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അപ്പൊ വീട്ടിൽ നിന്ന് റെഡിയായി. അപ്പൊ ഇതാണ് ഒരു കോസ്റ്റ്യൂം. തലമുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഓർത്തു മുടി എന്തായാലും അഴിച്ചിടല്ലേ, അപ്പൊ അവിടെ ചെന്നിട്ട് ലൊക്കേഷനൊക്കെ അനുസരിച്ച് മുടി എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് ഓർത്തു. ഞാൻ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റായൊക്കെ വെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. ഇന്ന് ഫുള്ള് പുറത്തായിരുന്നു അല്ലേ. രാവിലെ എത്ര മണി, ഞാൻ എത്ര 5 മണിക്ക് അങ്ങോട്ട് എണ്ണിട്ടിട്ട് പിന്നെ റെഡിയായി 6 മണി 6:15 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പുവിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കെല്ലാം പോയി, അതെല്ലാം തീർത്തു വന്നു. വീട്ടിൽ വന്നിട്ട് ഇവൻ ഒരു 3/4 മണിക്കൂർ കിടന്നുറങ്ങി. ഞാൻ പപ്പയുടെ അമ്മയുടെയും കൂട്ടിരുന്ന് ചായ കുടിച്ച് എന്റെ ബാക്കി പണികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി. എന്റെ കാജൽ കാണുന്നില്ല, ഐലൈനർ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ഈ ഡ്രസ്സിന്റെ കൂടെ കണ്ണൊക്കെ നല്ലപോലെ എഴുതിയിരുന്നേ കൊള്ളായിരുന്നു. ഞാൻ ഓർത്ത് പോകുന്ന വഴിക്ക് ഒരു കൺമഷി കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാന്ന് ഓർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാമുചേട്ടനാണ് ഇന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിരുന്നത്. കുറെ നാളിന് ശേഷമാണ് ഞാൻ ക്യാമിൽ ഒരു ഷൂട്ട് എന്ന രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് അല്ലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാല് വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് സ്ഥിരം എന്റെ ഓട്ടം നടത്തം ചാട്ടം ഒന്നും നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോ തിരുവല്ലയിലെ വേങ്ങലാണ് പോകുന്നത്. പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ബാർകോഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. എന്റെ ഇൻസ്റ്റയിലെ മോസ്റ്റ് ഓഫ് ദി പെയ്ഡ് കൊളാബറേഷൻസും ആ ബ്രാൻഡിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. സോ എനിക്ക് പോൺസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കൊളാബറേഷൻ ഓഫർ ചെയ്തു. പെയ്ഡ് കൊളാബറേഷൻ ആണ്. എനിക്ക് ബാക്കി കാര്യങ്ങൾ ടേംസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിപ്പോ ഈ ബ്രാൻഡ്സിന്റെ ഭാഗത്തുനിന്ന് തീരെ ഓക്കല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേയ്മെന്റ് ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സും 90 days ആക്കിയിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ പേയ്മെന്റ് കിട്ടുന്നത്. 90 ദിവസം, അതേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 90ാമത്തെ ദിവസമാണ് ഇവർ പേയ്മെന്റ് തരുന്നത്. വിച്ച് ഇസ് ലൈക്ക് 3 മാസം. അത് ഭയങ്കര മോശമല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 7 to 14 days ഒക്കെ ഓക്കെയാണ്. ചില മാർക്കറ്റിംഗ് ഏജൻസീസ് ഉണ്ട് കേട്ടോ, അവര് നമ്മൾ വീഡിയോ ഇട്ട് 7 ദിവസത്തിനുള്ളിൽ യുഡാസ് അഡാസ്, എനിക്ക് അതിന്റെ പേര് പ്രൊണൗൺസ് ചെയ്യാനല്ല, നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. അവരത് 7 days ആണ്. അതൊക്കെ ഓക്കെയാണ്, പക്കയാണ്. 90 days ഒക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ മറന്നുപോയി ഇതിന്റെയൊക്കെ പേയ്മെന്റ് കിട്ടിയോ, ഫോളോ അപ്പ് ചെയ്യാൻ മറന്നുപോകും. എനിക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ ഡ്രസ്സ് അയൺ ചെയ്യാൻ നേരം തുണി ഇതായി പോയി, കരിഞ്ഞു പോയി. പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് ചെയ്തതാണെങ്കിലും കെയിം ഔട്ട് റിയലി വെൽ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്ററായിട്ട് വന്നു. ഇത് ലൈറ്റിങ്ങും ക്യാമറയും ആംഗിൾസ് എല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ ഇഷ്ടമായി. അപ്പു എന്നെ തെളിവ് പറയുന്നത്, അപ്പു എന്നെ പണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്ന സമയത്ത് ഇത് ദൂരമാണെന്നും പറഞ്ഞിട്ടാണ് ഞാനിരുന്നത്. ഇവ എന്നോട് പറയാ ചേച്ചി ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാന്ന്. ഞാൻ പറയുന്നത് ലോങ് ആ, ഇവിടെ വരെ വരണ്ടേന്ന് പറയും. ഞാൻ സെൻഡ് ചെയ്ത് തന്നപ്പോ ഫോട്ടോ വീഡിയോ എടുത്ത് ശീലിച്ചു. പക്ഷെ ഇതായാലും ജോലിയെങ്കിലും എന്ത് സുഖമാണല്ലേ. രാവിലെ എഴുന്നേക്കുന്നു, ഡ്രസ്സ് ഇടുന്നു, ഒരുങ്ങുന്നു, പുറത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്നു, കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു, ഉറങ്ങുന്നു. ഇങ്ങനെയുള്ള ജോലി കിട്ടും. പിന്നെ ഫൈനലി നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ധാരതാക്കോ. ഹലോ, ഹായ്. പേര് ലല്ലു. ഇവിടെ ഒരു ലല്ലു ഫോണി വോയിസ് ഇല്ല. ലാലു ആക്ച്വലി രാമുചേട്ടനോടെ യൂട്യൂബ് വ്ളോഗ് രാമുചേട്ടൻ ഫോട്ടോഗ്രാഫർ. ഞാൻ വരുന്ന വഴിക്ക് രാമുചേട്ടൻ്റെ കാര്യം പറഞ്ഞാണ് വന്നത്. അപ്പൊ ഇതാണ് രാമുചേട്ടൻ. ഇവിടെ വരും. അപ്പൊ ഇതാണ് രാമുചേട്ടൻ. ഞാൻ വരുന്ന വഴിക്ക് കഥ പറഞ്ഞുകൊണ്ടുവന്നില്ല, നമ്മുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ അച്ഛൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് അച്ഛൻ കൊണ്ടുവന്ന ആളാണ് ലല്ലു. അതെ, ലല്ലുലാവായിരുന്നേ. അപ്പൊ നമ്മളിപ്പോ ചായ നാരങ്ങ വെള്ളം കടികൾ ക്ഷീണിച്ചു. എത്ര നേരം ഉണ്ടെന്ന് വെച്ചാ ഫോട്ടോഷൂട്ട്? ഒരു മണിക്കൂർ കൊണ്ട് അങ്ങനെയാണ് ഷൂട്ട് കഴിഞ്ഞ്. ഞാൻ ലൊക്കേഷൻ കാണിക്കട്ടെ, നല്ല ഭംഗിയുള്ള സ്ഥലം. അമ്മയാണ് ഇന്ന് എനിക്ക് കാലിൽ ഇത് അഴിച്ച് കെട്ടി തന്നത്. അതുകൊണ്ട് തന്നെ
ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്ന അത്രയും പോലെ ഇപ്പം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. രാവിലെ പുറത്ത് പോയപ്പോൾ അപ്പുമായിരുന്നു കെട്ടി തന്നത്. അതുകൊണ്ട് അത് മറ്റേ കാലിങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു. ഇതിപ്പോൾ നല്ല ലൂസായതുകൊണ്ട് കാല് അനങ്ങി എനിക്ക് കാലിന് പിന്നെയും പെയിനായി തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലം. നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ്. ഇന്നത്തെ മിനി ഫോട്ടോഷൂട്ട് വ്ളോഗ് ഇവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇല്ല, എനിക്ക് മസാല ദോശ വേണം, കഴിക്കണം. വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. വെയിൽ എവിടെ? സൺസെറ്റ് ആയിരുന്നല്ലോ. സൺസെറ്റിൽ എവിടെ വെയിൽ? പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. സോ ഞങ്ങൾ നേരെ ആര്യാസിലോട്ട് പോകുന്നു, എല്ലാം തിന്നുന്നു. ഈ സ്പോട്ട് അൻസു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഓപ്പൺ ജിം ഉള്ള കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോടാ ഇത്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ദൂരം ഇത്രയും ദൂരത്തിലാണ്. തുറന്നിട്ടില്ല. എന്താണ്? അതൊരു കടയാ, ഷോപ്പാ, സ്പോട്ടി എന്ന് പറയുന്നത്. ഇന്ന് ആക്ച്വലി ഇതായതുകൊണ്ടായിരിക്കും അല്ലേ, ഈസ്റ്റർ നാളല്ലേ. പക്ഷെ ഇവിടെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ വ്ളോഗ് എടുക്കുന്നു, ആൾക്കാർ ഡാൻസിന്റെ റീല് ഷൂട്ട് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു കുറെ കപ്പിളൊക്കെ ആയിരുന്നു, പക്ഷെ കപ്പിൾസ് ഒക്കെ കുറവ്. കപ്പിൾസ് ഒക്കെ പണ്ട് കപ്പിൾസ് ആയിരുന്നു. ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയപ്പോഴത്തേക്ക് ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരാണ്. കൂട്ടി വെക്കാനാടാ പറഞ്ഞ പാട്ട്. ഇവിടെ ഇരിക്കാൻ കുറെ സ്പോട്ടൊക്കെ ഉണ്ടല്ലേ, ഓപ്പൺ ജിം. പക്ഷെ ഇത് നമുക്ക് ദൂരെ ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അപ്പൂനെ ഇവിടെ വന്ന് കാല് വയ്യ, ഇല്ലായിരുന്നെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് പോകായിരുന്നു. കണ്ടു? അതേതാ വണ്ടി? അത് BMW. ഒരു മസാല ദോശ, ഒരു ഭട്ടൂര, 2 കോഫി. അങ്ങനെ നമ്മുടെ സ്ഥിരം കടയായ ആര്യാസിൽ വന്നിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച്